ഞാൻ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. വിശകലന സമൂഹം നിങ്ങളോടൊപ്പമുണ്ട്. കമ്പനിയെക്കുറിച്ചുള്ള ചില സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇത് നിർത്താം. സംശയാസ്പദമായ കോർപ്പറേഷന്റെ എല്ലാ പാരാമീറ്ററുകളും കൂടുതൽ സൂക്ഷ്മമായി പഠിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു. ഇനി നമുക്ക് കോർപ്പറേഷന്റെ പ്രധാന അടിസ്ഥാന സൂചകങ്ങൾ നോക്കാം. 2025 ജൂൺ 24 വരെയുള്ള നിലവിലെ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അവലോകനം. വർഗീകരണം അനുസരിച്ച് കോർപ്പറേഷൻ ഉപവിഭാഗത്തിൽപ്പെടുന്നു. 44 സംഘടനകളാണ് മൂല്യനിർണ്ണയത്തിൽ പങ്കെടുക്കുന്നത്. കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം -10.5.5. ഉപവിഭാഗത്തിനുള്ള ശരാശരി സ്കോർ 1.2 പോയിന്റ്. നിങ്ങൾ വളരെ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിലുള്ള മാർക്കറ്റിന്റെ ചട്ടക്കൂടിനുള്ളിൽ മൊത്തം സ്റ്റോക്ക് മാർക്കറ്റിന്റെ ശരാശരി ഫലം 1.8 പോയിന്റാണെന്ന് നമുക്ക് കാണാൻ കഴിയും. മൈനസ് റേറ്റിംഗിനെതിരെ കമ്പനിക്ക് 5.5 പോയിന്റ്. കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു. ഉപവിഭാഗം ഓഹരികളും 12 മാസത്തിനുള്ളിൽ ഷെയറുകൾ ഞങ്ങൾ കാണും. മൈനസിന്റെ ചലനാത്മക കാണിച്ചു 42.8%. 18.2% എന്ന ഉപവിഭാഗത്തിലെ വില ചലനാത്മകതയ്ക്കെതിരെ കമ്പനിയുടെ വിപണി മൂലധനം 4.96 ബില്യൺ ഡോളറാണ്. $311 ബില്യൺ വിപണി മൂലധനമുള്ള ഉപവിഭാഗത്തിന്റെ മൂല്യം 1.5 ബില്യൺ ഡോളറാണ്. കമ്പനിയുടെ പുസ്തക മൂല്യം 0.88 ബില്യൺ ഡോളറാണ്. $185 ബില്യൺ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള ഉപവിഭാഗത്തിന്റെ മൂല്യം $185 ബില്യൺ. സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഓഹരികളും പുസ്തക മൂല്യവും താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനിപ്പറയുന്നവ കാണാം. അധിനിവേശ വിഹിതം വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ ഉപവിഭാഗത്തിൽ 1.596%. പുസ്തക മൂല്യം മൂലധനം 0.478%. കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിന്റെ മൂല്യനിർണ്ണയം ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷൻ മോശം -1 പോയിന്റ്. വിശകലനം ചെയ്യുന്ന സ്ഥാപനത്തിന് $0.9 ബില്യൺ കടമുണ്ട്. പുസ്തക മൂല്യത്തിലേക്കുള്ള കടം കമ്പനിയുടെ മൂലധനത്തിന്റെ 1% പ്രതിനിധീകരിക്കുന്നു. കമ്പനിയുടെ ഡെറ്റ് ലെവൽ റേറ്റിംഗ് വളരെ നല്ലത് 2 പോയിന്റ്. കമ്പനിയുടെ വിപണി വില ലാഭ അനുപാതം 0 ആണ്. ഉപവിഭാഗത്തിന്റെ ശരാശരി 1276.2 ആണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യം ചെയ്യുമ്പോൾ വിപണി മൂല്യവും വരുമാന അനുപാതവും വളരെ മോശം -2 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ ലാഭം -$105 മില്യൺ ആയിരുന്നു. അടുത്ത 12 മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന ലാഭം അജ്ഞാതമാണ്. ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭ സൂചകങ്ങളുടെ വിലയിരുത്തൽ മോശം -1 പോയിന്റ്. കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും 1377 ആണ്. ഉപവിഭാഗത്തിന്റെ ശരാശരി 1.1 ആണ്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തൽ മോശം -1 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $0 മില്യൺ ആയിരുന്നു. അടുത്ത 12 മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം അജ്ഞാതമാണ്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിൽ പ്രതീക്ഷിക്കുന്ന വിൽപ്പന വോള്യങ്ങളുടെ സൂചകത്തിന്റെ വിലയിരുത്തൽ മോശം -1 പോയിന്റ്. ഉപവിഭാഗത്തിൽ ശരാശരി 0.1%-നൊപ്പം -2862.6% മാർജിനലിറ്റി. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മാർജിനാലിറ്റി വിലയിരുത്തൽ ടോലറ്റ് -0.5 പോയിന്റ്. ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം 0.007%.
ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ 22,700% കുറവാണ്. കമ്പനിയുടെ ഓരോ ജീവനക്കാരന്റെയും വിപണി മൂലധനം $941,000 ഉപവിഭാഗത്തിൽ $772,000 ഉണ്ട്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരനും കമ്പനിയുടെ വിപണി മൂലധനത്തിന്റെ മൂല്യനിർണ്ണയം പാസാബിൾ 0 പോയിന്റുകൾ. ഒരു ജീവനക്കാരൻ കമ്പനിയുടെ ലാഭം മൈനസ് ആണ് $3,617,200. ഉപവിഭാഗത്തിൽ ശരാശരി $6,000. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വ്യക്തിഗത ജീവനക്കാരന്റെ ലാഭത്തിന്റെ വിലയിരുത്തൽ ടോയ്ലറ്റ് -0.5 പോയിന്റ്. ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വരുമാനം $124,000 ആണ്. ഉപവിഭാഗം $700,000. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ വരുമാനത്തിന്റെ വിലയിരുത്തൽ ടോയ്ലറ്റ് -0.5 പോയിന്റ്. ഹ്രസ്വ ഇടപാടുകളുടെ അളവ് 15.8%. ഉപവിഭാഗത്തിന് ശരാശരി 4%. സാങ്കേതിക സൂചകം GRE14 കമ്പനിക്ക് 29% ലെവൽ കാണിക്കുന്നു. ഉപവിഭാഗത്തിന് ഈ ലെവൽ ഏകദേശം 56%. കമ്പനിയുടെ യഥാർത്ഥ സ്റ്റോക്ക് മൂല്യനിർണ്ണയം ഏകദേശം $17.88 ആണ്. കമ്പനിയുടെ ഓഹരികളുടെ സമവായ വിലയുടെ എസ്റ്റിമേറ്റ് അജ്ഞാതമാണ്. നമുക്ക് ഓർഡർ ടേബിളിലേക്ക് പോകാം. ഇത് എല്ലാവർക്കും ലഭ്യമാണ്. ലിങ്ക് പിൻ ചെയ്ത അഭിപ്രായത്തിലാണ്. ഓഹരികൾ വിലയിരുത്തുന്നതിനുള്ള റഫറൻസ് സിസ്റ്റം ഈ സീസണിൽ എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ ടേബിളിൽ അടങ്ങിയിരിക്കുന്നു. ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. കമ്പനിയുടെ വിശകലനത്തെ അടിസ്ഥാനമാക്കി മൂല്യനിർണ്ണയത്തിന്റെ വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഇനിപ്പറയുന്ന തീരുമാനം എടുക്കുന്നു. ഈ വീഡിയോ ഒരു അവലോകനമായതിനാൽ ഡീൽ തുറക്കരുത്. ഈ വീഡിയോ കാണുന്നതിനും വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും വളരെ നന്ദി.